ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, അനീഷ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ റൺ ചെയ്യാൻ പറ്റുമോ? പറ്റി. എന്നാൽ ഞാൻ വേറൊരു എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് പേരും കൂടെ വരാനുണ്ട്, അവർ വരട്ടെ, എന്നിട്ട് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ കോഡൊക്കെ അനീഷ ചെയ്തോ? കിട്ടിയോ? ഔട്ട്പുട്ട് കിട്ടിയോ? ഓക്കെ. ആകാശ്. ഓക്കെ ഓക്കെ. സജിൻ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. നീതി എങ്ങനെയുണ്ടായിരുന്നു കണ്ടോ? ഓക്കെ ഓക്കെ. നമുക്ക് 3 സ്റ്റുഡൻസ് വരാനുണ്ട്. അപ്പൊ എന്റെ വോയിസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. ഓക്കെ ഓക്കെ. ആ ആ. അപ്പൊ ഇന്നലെ നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ട് നമ്മൾ പാരഗ്രാഫ് ബോൾഡ് ഇറ്റാലിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് അതായത് നമുക്ക് ടാഗാണ് ഞാൻ പറഞ്ഞത്. HTML ടാഗ്സ് ആണ്. എല്ലാത്തിനും ഒരു ഓപ്പൺ ടാഗ് ഒരു ക്ലോസ് ടാഗ് ഉണ്ട്. ഓക്കെ. അപ്പോ ക്ലോസ് ടാഗ് ഇല്ലാത്ത ഒരു ടാഗ് ഞാൻ ഇന്നലെ പഠിപ്പിച്ചായിരുന്നത്, അതൊന്ന് പറയുമോ? ബ്രേക്ക് റിയാക്ട് അതിനാണ് ക്ലോസ് ഇല്ലാത്തത്. ഓക്കെ. അപ്പൊ ആ നമ്മളപ്പോ ഇന്ന് പഠിക്കാൻ പോകുന്നത് HTML ആട്രിബ്യൂട്ട്സിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഒരു 2 ആട്രിബ്യൂട്ട്സ് ആണ് ഇപ്പോൾ പഠിക്കുന്നത്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ലിങ്ക്, ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഓക്കെ. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ ഇമേജ് കൊടുക്കുമ്പോൾ എന്ത് ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ 2 ആട്രിബ്യൂട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നലെ അനീഷ പറഞ്ഞായിരുന്നു റൺ ചെയ്യാൻ പാടായിരുന്നു. അപ്പൊ നമുക്ക് VS കോഡിൽ ഈസി ആയിട്ട് റൺ ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഓക്കെ. അത് നമുക്ക് ആദ്യം ഒന്ന് ഡൗൺലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതിൽ പെട്ടെന്ന് റൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ എല്ലാവരും VS കോഡ് ഓപ്പൺ ചെയ്യുക. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഫയലായിരിക്കണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. .html കൊടുക്കാൻ മറക്കരുത്. ഓക്കെ. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ ക്ലാസ്സിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്തേക്കണേ. ഞാൻ ദേ സ്ക്രീൻ സ്ക്രീൻ കാണാവോ എല്ലാവർക്കും? ഇപ്പൊ കേൾക്കാം. ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ ഹലോ. ഓക്കെ. സോറി, ഞാനപ്പോൾ അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും ഞാൻ റെഡിയാക്കിക്കോളാം. ഓക്കെ. ഞാനിത് റെഡിയാക്കിയായിരുന്നു, പിന്നെ എന്ത് വെച്ചെന്ന് എനിക്കറിയില്ല. കേൾക്കുന്നുണ്ടോ ഇപ്പോൾ?
ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് HTML ആട്രിബ്യൂട്ട്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്നലെ HTML ടാഗ് ആയിരുന്നു പഠിച്ചത്. ഒരുപാട് ടാഗ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാഗാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓരോ പ്രോഗ്രാം യൂസ് ചെയ്യുമ്പോഴും പുതിയ പുതിയ ടാഗുകൾ നമ്മൾ പഠിക്കും. ഓക്കെ. ഇന്നലെ പഠിച്ച ടാഗ് എല്ലാം ബേസിക് ടാഗാണ്. അപ്പൊ എല്ലാ പ്രോഗ്രാമിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഇന്നലെ പഠിച്ചത്. ഓക്കെ. അപ്പോ എല്ലാവരും VS Code ഓപ്പൺ ചെയ്തിട്ട് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തോ? ഓക്കെ. എന്നിട്ട് ജസ്റ്റ് H1 നിങ്ങളുടെ പേര് കൊടുക്കുക. ഓക്കെ. പേര് കൊടുത്തല്ലോ. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു. നമ്മൾ ഇതില് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് ഫോളോ ചെയ്യുക. അപ്പോ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ, ഒരു ഫോൾഡർ പോലത്തെ ഒരു ഐക്കൺ കിടപ്പുണ്ട്, അത് എടുക്കുക എല്ലാവരും. ഓക്കെ. ഇവിടെ നിന്നാണ് നമുക്ക് വേണ്ട എക്സ്റ്റൻഷൻസ് ഒക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ വേണ്ട എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ലൈവ് സെർവർ എന്നാണ്. ഓക്കെ. ഈ ലൈവ് സെർവർ എന്ന് പറയുമ്പോൾ നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റും, എളുപ്പത്തിൽ റൺ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ലൈവ് സെർവർ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് എല്ലാവരും ലൈവ് സെർവർ എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് വേണ്ട എക്സ്റ്റൻഷൻസ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഈ ലൈവ് സെർവറിൽ നിന്നാണ്. സോ ഈ എക്സ്റ്റൻഷനിൽ നിന്നാണ്. സോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലൈവ് സെർവറിന് സെർച്ച് ചെയ്യുക. അപ്പൊ ആദ്യം കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ലൈവ് സെർവറിന് കാണും. അപ്പൊ ഇതാണ് ആ ലൈവ് സെർവർ. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് പറയുക. അനീഷ ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഇടക്ക് എനിക്ക് റെസ്പോണ്ട് ചെയ്യണേ. അപ്പൊ ഞാൻ വോയിസിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ. 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 അത് പറയാം. എല്ലാരും വരട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാരും ഇൻസ്റ്റാൾ ചെയ്യട്ടെ. നിധി ചെയ്തോ? നിധി. ഓക്കെ. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ആ ഫയലിലേക്ക് തിരിച്ചു വരിക. നിങ്ങളിപ്പോ ക്രിയേറ്റ് ചെയ്ത, നിങ്ങളുടെ പേര് ക്രിയേറ്റ് ചെയ്ത ആ ഫയലിലേക്ക് തിരിച്ചു വരിക. ഓക്കെ. ഫയലിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ബോട്ടത്തിൽ ഗോ ലൈവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും താഴെയായിട്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഈ ഗോ ലൈവ് എന്നുള്ള ഈ സർവർ, അതായിരിക്കും നമ്മുടെ സർവർ. അവിടെ ക്ലിക്ക് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഔട്ട്പുട്ട് കിട്ടും. എല്ലാവർക്കും കിട്ടിയോ? താഴെയായിട്ട് ഗോ ബോട്ടം. കണ്ടോ? ആർക്കായിരുന്നു കിട്ടാതിരിക്കുന്നത്? അനീഷയ്ക്കാണോ? നിധിക്കാണോ കിട്ടാത്തത്? ഹലോ നിധി. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? കിട്ടിയല്ലോ. അപ്പോ അത് നമ്മൾ ഒരു പ്രാവശ്യം ലോഗോ. ഓക്കെ. ഒരു പ്രാവശ്യം ഗോ ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിന്നെയും ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും അതിൽ കൂടെ തന്നെ ക്ലിക്ക് ചെയ്യുക. ഒരു പ്രാവശ്യം ഗോ ലൈവ് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ ഗോ ലൈവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ പോർട്ട് ഒരു നമ്പർ ആയിരിക്കും കാണുന്നത്. പോർട്ട് 5500 എന്ന് പറഞ്ഞ ഒരു നമ്പറാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ.
വീണ്ടും എന്ത് ചെയ്യുക, അവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഗോ ലൈവ് എന്ന് പറഞ്ഞ് കാണിക്കും. സോ നമ്മൾ വീണ്ടും ഇത് ഗോ ലൈവ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് വീണ്ടും അത് റൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നിങ്ങൾ ഒരു പേജ് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് റൺ ചെയ്ത് നോക്കൂ. ഇല്ല, കുഴപ്പമില്ല. അത് നമ്മൾ ചെയ്യുന്ന കോഡല്ലേ, നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. H1 to H6 ഇന്നലെ ഞാൻ പഠിപ്പിച്ച ടാഗുകളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അത് നിങ്ങൾ കൊടുക്കണം. കൊടുത്താലേ നിങ്ങളത് പ്രാക്ടിക്കലായിട്ട് പഠിക്കൂ. ഓക്കെ ആകാശ്, ഓക്കെ അല്ലേ? എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോ ഒരു സിമ്പിൾ വഴി പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ അനീഷയ്ക്ക് ഇന്നലെ കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് HTML ആട്രിബ്യൂട്ട്സിനെ കുറിച്ചിട്ടാണ്. HTML ആട്രിബ്യൂട്ട്സിന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇമേജ് ആട്രിബ്യൂട്ടിനെയാണ്. ഓക്കെ, ഇമേജ് ഇമേജ് എന്ന് പറഞ്ഞൊരു ടാഗാണ്. അതിന്റെ ആട്രിബ്യൂട്ട് ആണ് സോഴ്സ് എന്ന് പറയുന്നത്, XRC എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ചെയ്ത് കാണിക്കാം. എല്ലാരും നോക്കിക്കോണേ. ഓക്കെ, ആദ്യമേ നമ്മൾ, വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, ആദ്യം നമ്മൾ ഇമേജ് ടാഗ് കൊടുക്കുക. IMG വെച്ചിട്ടാണ് നമ്മൾ ഇമേജ് ടാഗ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്യണേ ചെയ്തോ. ആദ്യം IMG ടാഗ് കൊടുക്കുക, എന്നിട്ട് SRC എന്ന് കൊടുക്കുക. SRCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സോഴ്സ് എന്നാണ്. ഓക്കെ, സോഴ്സ് എന്നാണ് SRCയുടെ ഫുൾ ഫോം. ഇമേജ് ടാഗിന്റെ ആട്രിബ്യൂട്ട് ആണ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഇമേജിന്റെ ഇവിടെ കൊടുക്കുന്നത് ഏത് ഇമേജ് ആണോ നമുക്ക് വേണ്ടത്, ആ ഇമേജിന്റെ ആ ഇമേജിന്റെ പാത്താണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഈക്വൽ ടു കൊടുക്കുക, ഡബിൾ കോട്ട്സ് കൊടുക്കുക. ഈ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ വേണം നമ്മൾ എന്ത് കൊടുക്കാൻ, ആ ഇമേജിന്റെ പാത്ത് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, ഈ കോഡ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുക, ഇമേജിന്റെ ക്ലോസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇല്ല, ഞാൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ഒരു ഇമേജ് വെച്ച് കാണിച്ചു തരാം. ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഇമേജ് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ആദ്യത്തെ രീതി കാണിച്ചു തരാം. നമ്മുടെ ഫയൽ എടുക്കുക, ഫയലിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു ഇമേജ് ഓപ്പൺ ആക്കുക. ഓക്കെ, ആ ഇമേജ് ഓപ്പൺ ആക്കിയിട്ട് അവിടെ ഒരു 3 ഡോട്ട് കാണും ഇമേജിന്റെ സൈഡിലായിട്ട്. ഓക്കെ, ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കോപ്പി ഇമേജ് പാത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ദേ ഇതുപോലെ കോപ്പി ആസ് പാത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ ആ ഇമേജിന്റെ പാത്ത് കോപ്പി ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് നമ്മൾ കോഡിങ്ങിലോട്ട് വരിക. നമ്മുടെ കോഡിൽ വന്നിട്ട് ഈ ഇമേജിന്റെ ടാഗാണ്. ഈ SRC എന്ന് പറയുന്നത് ഇമേജ് എവിടുന്നാണോ എടുക്കുന്ന ആ ഇമേജിന്റെ സോഴ്സ് ആണ്. ഇതിന്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ആ 2 ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ വേണം നമ്മൾ ആ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ. Ctrl+V അടിച്ചാണ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ സേവ് ചെയ്തു, എന്നിട്ട് ഞാൻ റൺ ചെയ്യുവാണ്. ഞാനിപ്പോ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടുന്ന് റൺ ചെയ്യുക. ഗോ ലൈവ് കൊടുത്തിട്ട് റൺ ചെയ്യുക. ഓക്കെ, എനിക്ക് ആ ഇമേജ് വരുന്നില്ല, നോക്കട്ടെ ഒരു മിനിറ്റ്. അവിടെ ഇമേജിന്റെ ഒരു ഫോട്ടോ കിടപ്പുണ്ട്, പക്ഷെ ആ ഇമേജ് എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, നിങ്ങളൊരു ഫോട്ടോ ഇതേപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി പാത്ത് ചെയ്ത് വെച്ച് നോക്കിയാൽ എന്റെ ഇമേജിന്റെ പ്രശ്നം ആയതുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടാത്തത്. ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അനീഷ, എന്താ അനീഷ? ഇല്ല, കുഴപ്പമില്ല. നമുക്ക് ഇമേജിനെ നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഏത് ഇമേജ് ആണെങ്കിലും കുഴപ്പമില്ല.
ഓക്കെ, ഇപ്പൊ എന്റെ ഇമേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഇത് കിട്ടിയോ എന്ന് നോക്കണേ. ഇങ്ങനെ ഒരു ഇമേജ് ആയിരിക്കും എല്ലാവർക്കും ഓപ്പൺ ആയി വരുന്നത്. നിങ്ങൾക്ക് ആ കോ ലൈവ് കൊടുത്തിട്ട് റൺ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ റൺ ചെയ്യണേ. ചിലപ്പോൾ അത് കൊടുത്തിട്ടാണ് എനിക്ക് കിട്ടാതെ എനിക്കൊരു സംശയമുണ്ട്. ഇമേജ് വന്നായിരുന്നു, പക്ഷെ ഇങ്ങനെ ഫുൾ ആയിട്ട് വന്നില്ല. ഓക്കെ, അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഈ ഇമേജിനെ എങ്ങനെ ചെറുതാക്കും എന്നൊക്കെ പഠിക്കുവേ. ഇപ്പൊ ഇതോർത്ത് ആരും ടെൻഷൻ അടിക്കില്ല, നമ്മൾ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഈ ഇമേജിനെ എങ്ങനെ ചെറുതാക്കും വലുതാക്കും എന്നൊക്കെ. ഹലോ ഹലോ ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ. ഓക്കെ, അപ്പൊ ആകാശ് ഒന്ന് സ്ക്രീൻ പ്രസന്റ് ചെയ്തേ, ഞാൻ നോക്കട്ടെ. ഓക്കെ. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, സ്ക്രീൻ പ്രസന്റ് ചെയ്തോളൂ. അപ്പൊ എന്റേത് ഓട്ടോമാറ്റിക്കലി ഇതായിക്കോളും. ബാക്കി ആർക്കെങ്കിലും കിട്ടിയോ? അനീഷ, നിധി, നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയില്ലേ? നിധിക്ക് കിട്ടിയോ? നിധി. ഓക്കെ ഓക്കെ, സ്ക്രീൻ കാണാം. കാണാം കാണാം. ഓക്കെ, ഇമേജ് SRC=, ഓക്കെ ശരിയാണ്. പിന്നെ ഇമേജ് ഒന്ന്, ഇമേജ് ടാഗ് ഒന്ന് ക്ലോസ് ചെയ്തു. ഹലോ, കേൾക്കാം? അല്ല അല്ല, അവിടെ ക്ലോസ് ചെയ്യും. അല്ല, നമ്മൾ ഇമേജ് സ്ലാഷ് ഇട്ട് ക്ലോസ് ചെയ്യില്ലേ, അത്. അല്ല ആകാശ്, അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ എക്സാമ്പിളിന്റെ കോഡ് കാണിച്ചു തരാം, നോക്കണേ. ഇത് ഇങ്ങനെ സോഴ്സ് കഴിഞ്ഞ് സ്പേസ് ഒന്നും വേണ്ട കേട്ടോ. = കൊടുത്താൽ കോഡ്സിന്റെ ഉള്ളിൽ ഡയറക്റ്റ് കൊടുത്താൽ മതി, സ്പേസ് ഒന്നും കൊടുക്കണ്ട. കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? ഒന്ന് റൺ ചെയ്ത് നോക്കി എല്ലാരും. അതല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ ഓപ്പണിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗ്സ് ഉണ്ട്. തന്നെ വരും, പക്ഷെ ഇമേജ് നമ്മൾ സോർട്ടില്ല, അതുകൊണ്ടാണ് അത് വരാതിരുന്നത്. ഓക്കെ, അത് നമ്മൾ എല്ലാ ഓപ്പണിംഗ് ടാഗിനും ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ബ്രേക്കിന് മാത്രമാണ് ഇല്ലാത്തത്. പിന്നെ അതുപോലെ കുറച്ചുണ്ട്, പക്ഷെ ബ്രേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ബ്രേക്ക് ടാഗ് എടുക്കുക. ബോഡി നേടി കാണിക്കാൻ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് അത് ഇഞ്ചി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ കിട്ടിയെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ഞാനിപ്പോ കൊടുത്തത് അല്ലാതെ നിങ്ങളൊന്ന് റൺ ചെയ്ത് നോക്കണം. ഇതെല്ലാം റൺ ചെയ്തിട്ടുണ്ട്, ഫയലിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കണേ. ആകാശ്. ഓക്കെ ഓക്കെ, അപ്പൊ അത് അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ലൈവ് കൊടുത്തിട്ട് ഇന്നത്തെ കോഡ് വന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അങ്ങനെ കാണിച്ചു തന്നത്. ഇമേജ് കൊടുത്താലേ വരത്തുള്ളായിരിക്കും. ഓക്കെ, അപ്പൊ വരുന്നുണ്ടല്ലോ ഇപ്പൊ. നിധിക്ക് കിട്ടിയോ? ഓക്കെ, ലൈവില് പോകുമ്പോ ഇമേജിന്റെ ഒരു ഇത് കാണിക്കുന്നുണ്ടല്ലോ, ഒരു ചെറിയൊരു സിമ്പിള്. ഓക്കെ, അപ്പൊ സിമ്പിൾ, ഇമേജിന്റെ സിമ്പിൾ കാണിക്കുമല്ലോ. മതി. ഓക്കെ, നിധിക്ക് കിട്ടിയോ? നിധി. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്കും അങ്ങനെ തന്നെ കിട്ടിയത്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നിങ്ങക്ക് ഇപ്പൊ അനീഷയ്ക്ക് കേൾക്കാം കേൾക്കാം. ഹലോ ഹലോ, കേൾക്കാം. ഓക്കെ 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 ആകാശ്. അപ്പൊ ഇന്നലെ അനീഷയ്ക്ക് കേറാൻ അനീഷയ്ക്ക് റൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പുതിയൊരു എക്സ്റ്റൻഷൻ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഓക്കെ, അപ്പൊ അനീഷയ്ക്ക് അത് എങ്ങനെ കിട്ടിയത്? ആ
ഓക്കെ, അപ്പൊ ഇനി ഇ- ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, ആകാശ് വന്നു. അതിപ്പോ അത് കുഴപ്പമില്ലല്ലോ, അത് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. അതായത് പിൻ ചെയ്ത് വെച്ചാൽ മതി എന്റെ സ്ക്രീൻ. കിട്ടിയല്ലോ ഇപ്പോ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് രീതിയിൽ ഇമേജ് കൊടുക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ രീതിയാണ് ഇത്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് ഗൂഗിളിൽ നിന്ന് ഒരു ഇമേജ് ഡയറക്റ്റ് കണ്ടിട്ട് അവിടുന്ന് കോപ്പി ചെയ്ത് ഇതുപോലെ വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഇമേജ് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുക. കാര്യം നമുക്ക് ആ ഇമേജ് കാണണമെങ്കിൽ ഈ ഇമേജിനെ ഹൈഡ് ചെയ്ത് വെക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇത് വലിയ ഇമേജ് ആയതുകൊണ്ട് മറ്റേ ഇമേജുകൾ വരുമ്പോൾ ഒരു ക്ലാസ് ഉണ്ടാവണ്ട, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അടുത്ത ഇമേജ് വെക്കുന്നതാണ് അടുത്ത പഠിപ്പിക്കാൻ നോക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണേ. ഈ നേരത്തെ പോലെ തന്നെ ഇമേജ് ടാഗ് ഓപ്പൺ ആക്കുക, സോഴ്സ് കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുക, രണ്ട് കോഴ്സ് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇമേജ് ഓട്ടോമാറ്റിക്കലി വരത്തില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ബോഡിയാണ് വരുന്നത്, നമ്മൾ ബാക്ക് അടിച്ചിട്ട് ഇമേജ് കൊടുക്കുക. അങ്ങനെ കൊടുത്തില്ലെങ്കിലും റൺ ആകും. ഇമേജ് ക്ലോസ് കൊടുത്തില്ലെങ്കിലും റൺ ആകും. പക്ഷെ നമ്മൾ ഇങ്ങനെയല്ലേ പഠിച്ചത്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. നമ്മൾ എല്ലാ ഓപ്പണിംഗ് ടാബിനും ഓരോ ക്ലോസിംഗ് ടാബ് ഉണ്ട്. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ഗൂഗിളിൽ ചെല്ലുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്നോട് ചെയ്യുന്നുണ്ടോ അതോ? ഓക്കെ ഓക്കെ, അത് മതി. ഓക്കെ, ഫ്ലവേഴ്സ് നോക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഇമേജിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കോപ്പി ഇമേജ് അഡ്രസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, കോപ്പി ഇമേജ് അഡ്രസ്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനർത്ഥം നമ്മുടെ ഈ ഇമേജ് കോപ്പി ആയിട്ടുണ്ട് എന്നാണ്. ഓക്കെ, ഈ ഇമേജിന്റെ അഡ്രസ്സ് കോപ്പി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് നമ്മൾ സേവ് ചെയ്ത ഇമേജ് ഇതായിരുന്നു. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ഈ ഇമേജ് ഇവിടുന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ ആ കോഡിന്റെ ഇമേജ് സോഴ്സിന്റെ അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുന്നതിന്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ വി ആണ്. എന്നിട്ടത് കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്തിട്ട് റൺ ചെയ്യുക. കിട്ടുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അതെ, കോപ്പി ഇമേജ് അഡ്രസ് ചെയ്യുക, എന്നിട്ട് റൺ ചെയ്യുക. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, കിട്ടി. എല്ലാവർക്കും കിട്ടിയോ?
ഓക്കെ അനീഷ, കിട്ടിയില്ലേ? ഓക്കെ, അത് നമ്മൾ നേരത്തെ റൺ ചെയ്ത പോലെ റൺ ചെയ്യുക. ചില ഇമേജസ് നമുക്ക് ക്രോമിൽ നിന്ന് കിട്ടില്ല, സോ ആ ഇമേജ് മാറ്റി അടുത്ത ഇമേജ് കൊടുക്കുക. ചില ഇമേജസ് നമുക്ക് കിട്ടില്ല ഡയറക്റ്റ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇപ്പൊ നിങ്ങൾ വിചാരിക്കും രണ്ട് രീതിയിൽ കൊടുക്കാലോ, ഇതിലേതാ സിമ്പിൾ എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് സിമ്പിള് എപ്പോഴും ബോർഡിന്റെ സ്റ്റാൻഡേർഡ് നോക്കി നമ്മൾ ചെയ്യുന്നതിൽ ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഫയലിൽ പോയി സേവ് ചെയ്ത്, അതായത് പാത്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാര്യം അതിന്റെ എന്ന് പറയുന്നത് എപ്പോഴും ചെറുതായിരിക്കും. ഗൂഗിളിൽ നിന്ന് പേസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ലിങ്ക് എപ്പോഴും വലുതായിരിക്കും, അപ്പൊ കോഡിന് ഒരു ഭംഗി കാണത്തില്ല. സോ എപ്പോഴും നമ്മൾ സേവ് ചെയ്ത ഇമേജിന്റെ പാത്ത് പോയി കോപ്പി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ ആകാശ്. ഓക്കെ, അപ്പൊ അനീഷ രീതി എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലെ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അനീഷ, ഇല്ലില്ല, നമുക്ക് നോക്കാം. സ്ക്രീൻ പ്രസന്റ് ചെയ്യും. ആ അതങ്ങനെയാ, നമ്മൾ ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ ഗൂഗിളിൽ നിന്ന് കോപ്പി നമ്മൾ രണ്ട് രീതിയിൽ കൊടുക്കാന്ന് പറഞ്ഞത്, നമ്മൾ ആദ്യം ചെയ്യുന്ന രീതിയിലായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ അത് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ലിങ്ക് ആണ്. ഓക്കെ, നമുക്കപ്പൊ ലിങ്ക് നോക്കാം. അപ്പൊ ഈ രണ്ട് ഇമേജിനെ ഞാൻ കമന്റ് ആക്കി ഇടുവാണ്. കാര്യം എനിക്കിത് റൺ ചെയ്യുമ്പോൾ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യരുത്, അതുകൊണ്ട് ഞാനിത് കമന്റ് ആക്കി ഇടുക. കമന്റ് ആക്കി ഇടുന്നത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ+/ അടിച്ചാൽ മതി, അത് കമന്റ് ആയിട്ട് കിടന്നോളും. റൺ ചെയ്യുമ്പോൾ അത് മാത്രം നമുക്ക് കിട്ടിയില്ല, അതിനാണ് നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ഇനി അത് റൺ ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ട് ആവില്ല. നമുക്കിനി ലിങ്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പം ഇമേജ് ടാഗിന്റെ ആട്രിബ്യൂട്ട് ആണ് സോഴ്സ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ലിങ്ക് ടാഗിന് ഒരു ആട്രിബ്യൂട്ട് കൊണ്ട് ഒരു ടാഗ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. ഇതിപ്പോ എന്റെ കോഡ് ഗ്രീൻ കളറിൽ കാണുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുവാണ്. സോ എനിക്ക് ഇത് റൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ലിങ്ക് കൊടുക്കുവാണ്. ലിങ്ക് കൊടുക്കുന്ന ടാഗ് എന്ന് പറയുന്നത് എ ടാഗിലാണ് നമ്മൾ ലിങ്ക് കൊടുക്കുന്നത്. ഇമേജ് കൊടുക്കുന്നത് ഇമേജ് ടാഗിലാണെങ്കിൽ ലിങ്ക് കൊടുക്കുന്നത് എ എന്ന് പറയുന്ന ടാഗിലാണ് നമ്മൾ ലിങ്ക് കൊടുക്കുന്നത്. ലിങ്ക് കൊടുക്കുന്നത് എ കൊടുക്കുക, സ്പേസ് കൊടുക്കുക, HREF എന്ന് കൊടുക്കുക. അതായത് ലിങ്ക് കൊടുക്കുന്നതിന്റെ ഫോർമാറ്റ് ആണിത്. അതായത് എ എന്ന് പറയുന്ന ടാഗും HREF എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ലിങ്ക് ഉണ്ടാകുന്നത്. നേരത്തെ പോലെ തന്നെയാണ് നമ്മൾ ഈ രണ്ട് കോഡ്സ് ഇട്ട് കഴിഞ്ഞ് കോഡ്സിന്റെ ഉള്ളിലാണ് നമ്മൾ അതിന്റെ ലിങ്ക് കൊടുക്കേണ്ടത്. പക്ഷെ നമുക്ക് ചുമ്മാ ഒരു ലിങ്ക് കിട്ടിയാൽ പോരല്ലോ, എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോഴല്ലേ ആ ലിങ്കിലോട്ട് പോകേണ്ടത്. സോ ഞാനിപ്പോ ഇവിടെ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുവാണ്, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോ ഫ്ലവർ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. എന്നിട്ട് ഞാനിത് സേവ് ചെയ്തു. എന്നിട്ട് ഞാൻ റൺ ചെയ്യുവാണ്. അപ്പൊ എനിക്ക് എന്തായി, ഫ്ലവർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു പേര് അണ്ടർലൈൻ കാണിച്ചു, ലിങ്ക് പോലെ എനിക്ക് കണ്ട്. പക്ഷെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടും പോകില്ല. കാര്യം എന്താ, ആരെങ്കിലും ഒരാളൊന്ന് പറയും. നിധി എന്ന് പറഞ്ഞേ. നിധി, ആകാശ്. അതെ, കറക്റ്റ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇപ്പൊ ക്ലിയർ ആണോ? ഹലോ. ഓക്കെ, എങ്ങോട്ടാണെന്ന് കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്കത് ലിങ്ക് പോവാതിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് കൊടുക്കാം, എങ്ങോട്ടാ പോകണ്ടേ.
അപ്പോൾ എനിക്കിപ്പോ ഒരു ഫ്ലവർ എന്ന് പറയുന്ന ഒരു ഏതെങ്കിലും ഒരു ഫ്ലവറിന്റെ മെയിൻ പേജിലേക്കാണ് പോകേണ്ടതെന്ന് വിചാരിക്കുക. ഇല്ലെങ്കിൽ എനിക്ക് മീഷോ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് ആപ്പിലേക്കാണ് പോകേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ മീഷോ എന്ന് പറയുന്ന ആപ്പ് സെർച്ച് ചെയ്യുവാണ്. മീഷോ ഞാൻ ഓപ്പൺ ആക്കി. കണ്ടോ? അപ്പോ ഈ മീഷോയുടെ ലിങ്ക് ഏതാ? മീഷോ.com എന്നാണ് മീഷോയുടെ ലിങ്ക്. ഞാൻ ഈ മീഷോ ഓപ്പൺ ആക്കി വരുമ്പോൾ നമ്മുടെ ബ്രൗസറിന്റെ മേളിൽ കാണുന്ന ഈ ലിങ്ക് ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക. ഞാൻ തൽക്കാലം കാണിക്കുവാണ്, നിങ്ങൾ ലിങ്ക് കൊടുക്കുമ്പോൾ അതനുസരിച്ച് കൊടുക്കുക. ഞാൻ ഈ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തു, എന്നിട്ട് ഞാൻ ആ ലിങ്കിൽ കൊണ്ടുവച്ചു, എന്നിട്ട് സേവ് ചെയ്തു, റൺ ചെയ്യുവാണ്. ഞാൻ റൺ ചെയ്യുന്നത് എൻ്റെ ഈ പേജിൽ വന്നിട്ടാണ്. ഞാൻ റീലോഡ് ചെയ്തു, എന്നിട്ട് ഞാൻ എൻ്റെ ഫ്ലവറിൽ ക്ലിക്ക് ചെയ്തു. ഫ്ലവറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് ഞാൻ നേരെ മീഷോ ഓൺലൈൻ ഷോപ്പിംഗ് ആ ഒരു പേജിലേക്കാണ്, അവരുടെ ആ ഒരു ആപ്പിലേക്കാണ് ഞാൻ ഓട്ടോമാറ്റിക്കലി തന്നെ പോയി. ഇങ്ങനെയാണ് ലിങ്ക് കൊടുക്കുന്നത്. ഓക്കെ, ഹൈപ്പർ ലിങ്ക് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ ആകാശ്? ഓ, കാണിക്കാം കാണിക്കാം. ഇത് എല്ലാരും ഒന്ന് ചെയ്തിട്ട് വാ, ചെയ്തിട്ട് പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ആയി പറയും. ആർക്കെങ്കിലും കിട്ടിയോ? അനീഷ? ഓക്കെ, വെരി ഗുഡ്. നിധിക്ക് കിട്ടിയോ? നിധി, അനീഷ? ലിങ്ക് കൊടുത്താൽ ലിങ്ക് പോവും. ഓക്കെ, കോഡ് ഒന്ന് കാണിക്കോ? പ്രസന്റ് ചെയ്യുവോ സ്ക്രീൻ ഒന്ന്? അനീഷ? ക്ലിയർ ആയോ? ഓക്കെ, കാണാം കാണാം. ഇനി കോഡ് എടുത്തോളൂ.
കുഴപ്പമില്ല. ഫ്ലിപ്കാർട്ടിന്റെ ഇങ്ങനെ തന്നെയാണോ ഫ്ലിപ്കാർട്ടിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക്? കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്തായിരുന്നോ? ഓക്കെ, ഒന്നും കൂടി ഒന്ന് ആ ലിങ്ക് മാറ്റി വേറെ പോട്ടെ. കോപ്പിയാണോ ചെയ്തത്? നിധിക്ക് കിട്ടിയോ നിധി? നിധി എന്ത് പറ്റി? എന്താ എററ്? അങ്ങനെയല്ല അനീഷ, അടുത്ത ഇതില് എ ടാഗിലിട്ട് ഒന്നും കൂടി ചെയ്യുവോ? അങ്ങനെയാണ് പറഞ്ഞത്, അല്ലാതെ ലിങ്ക് മാറ്റി കൊടുക്കാനല്ല. എ ടാഗിലിട്ട് ഒന്നുകൂടി കൊടുക്കും. ആ, അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത്, കുഴപ്പമില്ല. അത് ക്ലോസ് ചെയ്തു. HREFന്റെ അവിടെ ക്ലോസ് ചെയ്യുക. ഓക്കെ, എ ടാഗ് ക്ലോസ് ചെയ്ത് നടുത്തിൽ എന്താണോ വേണ്ടത് അത് കൊടുക്കുക. കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്തിട്ട് ഇന്നലെ കിട്ടിയതുപോലെ എടുക്കുക. ഇവിടുന്ന് ഗോ കൊടുക്കാതെ ഡയറക്റ്റ് ഇന്നലെ കിട്ടിയതുപോലെ എടുക്കുക. ഓക്കെ, കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്യണേ. ഇല്ല ഇല്ല, ഓപ്ഷൻ വരില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പോകേണ്ടതാണ് ഔട്ട്. അത് ലിങ്ക് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. കോഡൊന്ന് എടുത്ത് ഈക്വൽ ടു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതെന്ത് പറ്റി കിട്ടും? അത് കറക്റ്റ് ആ കോഡൊക്കെ. അല്ല, അത് കുഴപ്പമില്ല. നമ്മൾക്ക് ഇമേജ് വേണമെങ്കിൽ അപ്പോ ഇമേജിന് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. HRCF ആണ്, HREF എന്നാണോ കൊടുത്തിരിക്കുന്നത്? സി അല്ല, ഇ ആണ്. ഇ ആണ്, HREF. ഇനി ഒന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്തോ. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഓക്കെ. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വലിയൊരു എറർ കാണിക്കും. സോ ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്ക് HTML നോട്ട്സ് ഒന്നും ഇല്ല. നമ്മൾ പൈത്തൺ പോലെ HTML നോട്ട്സ് ഒന്നും ഇല്ല. നിങ്ങൾ ലൈവായിട്ട് കോഡ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. കാണാത്തോളം തിയറി ഒന്നും ഇല്ല. ഓക്കെ, ഞാൻ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ വോയിസ്. ഇപ്പൊ കേൾക്കാമോ? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ?
ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരുവാണ്. നിങ്ങൾ ആദ്യം ഒരു വിച്ച് വൺ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറോ അല്ലെങ്കിൽ ഫ്ലവറോ ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുക. അതിന്റെ അതിന്റെ ഒരു ഇമേജ് കൊടുക്കുക. അതിന്റെ താഴെ അതിന്റെ ഒരു ക്ലിക്ക് കൊടുക്കുക. ആ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ പേജിലേക്ക് പോകണം. ഇത്രയും ഒന്ന് ചെയ്യുക. മൂന്ന് പേര്. ഓക്കെ. നിങ്ങൾ ഏത് ടോപ്പിക്കാണ് എടുക്കുന്ന ആ ടോപ്പിക്കിന്റെ പേജിലേക്ക് പോകുക. ഇപ്പൊ ഒരു ഫ്ലവർ ആണെങ്കിൽ ജസ്റ്റ് ആ ഫ്ലവറിന്റെ ഏതെങ്കിലും വിക്കിപീഡിയയിലേക്ക് പോയാൽ മതി ആ പേജിൽ. ഓക്കെ. ഇപ്പൊ വോയിസ് ക്ലിയർ ആണോ? ഓക്കെ. ഒന്ന് ചെയ്തോളൂ എല്ലാരും. ആർക്കായിരുന്നു കിട്ടാതിരുന്നത്? ഇത് കിട്ടിയോ? ആ ഓക്കെ. HRCF എന്ന് തന്നെ ആയിരിക്കുമല്ലേ ഹിന്ദി കിട്ടുന്നത്? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ പറഞ്ഞ കാര്യം ചെയ്യുക. ഇപ്പൊ ഞാനും ചെയ്യാം നിങ്ങളോട്. ഓക്കെ. ടാസ്ക് അല്ല, ഇപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യം. ഒരു ടോപ്പിക് എന്ന് പറയുമ്പോ ഒരു ആക്ടർ, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടറിനെ കുറിച്ച് കൊടുക്കുക. മമ്മൂട്ടി. ഓക്കെ. മമ്മൂട്ടിനെ കുറിച്ച് കുറച്ച് പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുക. ഗൂഗിളിൽ നോക്കുവാണെങ്കിൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ടൈപ്പ് ചെയ്താൽ മതി. പേസ്റ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു ഇമേജ് വെക്കുക മമ്മൂട്ടിയുടെ. അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് കൊടുക്കുക. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും മമ്മൂട്ടിയുടെ വിക്കിപീഡിയ ആ ഒരു പേജിലേക്ക്. ഓക്കെ. മനസ്സിലായോ ആകാശ്? മനസ്സിലായോ ആകാശ്? ഓക്കെ, ചെയ്തോളൂ. ഓക്കെ, ഞാനും ചെയ്യാം. നിങ്ങൾ ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ആയിട്ടുണ്ട് എന്തെങ്കിലും അൺമ്യൂട്ട് പറയുക. എന്നിട്ട് നിങ്ങളുടെ ഔട്ട്പുട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുക. ഗ്രൂപ്പിൽ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ വരാത്ത 2 കുട്ടികളുണ്ട്. അപ്പോൾ അവരത് കാണുമ്പോൾ അവർ ചെയ്യുക. അതെ അതെ. ജാഗ്ലാണ് HRE.
ഓക്കെ, ചെയ്തൊന്ന് പ്രസന്റ് ചെയ്യണേ. അതെ അതെ. ഓക്കെ, റൺ ചെയ്ത് കാണിച്ചേ. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. ഇത് കോപ്പി ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ പ്രസന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ആ വിക്കിപീഡിയയിലുള്ള പോലെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓരോ ലൈൻ അസൈൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ CSS എന്ന് പറയുന്നത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ അഖിലയും സോറി അനീഷയും നിധിയും ചെയ്തോ. വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കോഡല്ല, ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ആണ് നമ്മൾ കോപ്പി ചെയ്ത് ഗ്രൂപ്പിൽ ഇടേണ്ടത്. ഓക്കെ. ആ, ഫോട്ടോ എടുത്ത്. ഓക്കെ, ഒന്ന് ശരി. ഓക്കെ ഓക്കെ. റൺ ചെയ്തോ. ആ, റൺ ചെയ്തോ, റൺ ചെയ്തോ. ഓക്കെ, ഇമേജ് വന്നിട്ട്. ആ, ഓക്കെ. വീണ്ടും ഓപ്പൺ ആവുന്നില്ലേ? അല്ലാതെ റൺ ചെയ്ത്. ആ, ഒന്ന് നോക്കി. ഓക്കെ, വെരി ഗുഡ്. സൂര്യയുടെ ലിങ്ക്. ഓക്കെ, റെഡി ആയില്ലേ? നീ നിധി ഒന്ന് present ചെയ്യ്. നിങ്ങൾ ചെയ്തത് ഫോട്ടോ എടുത്ത് ഇടുക. നിധി ചെയ്തു തന്നിട്ട്. അതെ.
ഓക്കെ, കുഴപ്പമില്ല. ഫോട്ടോ എടുത്തിട്ടാൽ മതി. ഓക്കെ ഓക്കെ, അത് നിങ്ങളുടെ അറ്റൻഡൻസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇമേജ് വെക്കാനും ലിങ്ക് വെക്കാനുമാണ് പഠിച്ചത്. നമ്മൾ ലിസ്റ്റ് ഒക്കെ പഠിക്കാൻ വിചാരിച്ച് നമ്മൾ ടൈം കിട്ടി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പഠിക്കാം. അതുപോലെ ഇന്ന് നാളെ ക്ലാസ് ഉണ്ട്. നാളെ 8 മണിക്ക് ക്ലാസ്. ആ, ഇട്ടേക്ക്. കഴിഞ്ഞ റെക്കോർഡിംഗ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഇന്നലത്തെ ഒരു വീഡിയോ മാത്രം. ഓക്കെ, അപ്പൊ അത് സാറൊക്കെ നോക്കാം. നോക്കാം, നോക്കിയിട്ട് പറയാം. ഓക്കെ ഓക്കെ, താങ്ക് യു.